ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. റംസാൻ മാസമൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറയ്ക്കും പിന്നെ ഇപ്പോഴത്തെ കടുത്ത ചൂടിനെയൊക്കെ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു നൈസായിട്ടുള്ളൊരു ഡിഷാണ്. ആദ്യമായി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/4 ലിറ്റർ വെള്ളം, 1/2 ലിറ്റർ 250 ml വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ റവയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ഇതിന് മധുരം എത്രത്തോളം വേണോ അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പാണ് ഒരല്പം, ഉപ്പിന് അളവില്ല, ഒരല്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. 20 ഗ്രാമിനടുത്ത് പാൽപ്പൊടിയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഒരു നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് 2 സാധനങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് വാനില എസൻസ് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തീ കൂടുതലുള്ള സ്റ്റൗ ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ, അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലെയിമിൽ ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ജസ്റ്റ് ഡ്രോപ്പായിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഇറക്കി വയ്ക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാം. ഇത് തണുക്കണം, നല്ല രീതിയിൽ തണുത്തിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സ് വരിക. ഇനി അടുത്തതായിട്ട് മറ്റൊരു പാൻ വയ്ക്കാം. ഇത് ഏകദേശം 150 ഗ്രാംസോളം അവൽ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗണായി പോകരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ നോർമൽ അവലാണ്. ഇത് നമുക്ക് വൈറ്റ് അവൽ ഇഷ്ടമുള്ളവരുണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അവസാനമാണ് യൂസേജ് ഉള്ളത്. മാറ്റി ഒരു ബൗളിലേക്ക് വയ്ക്കാം. തണുപ്പിച്ച് കൊണ്ടുവന്ന ചില ജാറിലേക്ക് പകർത്തുകയാണ്. ഒന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നേരെ നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന ബൗളിലേക്ക് തന്നെ പകർത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ നേന്ത്രപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴം എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴമായിരിക്കണം. റെഡ് ഗ്രേപ്സ് സീഡ്ലെസ് ആണ്. ആൻഡ് ആപ്പിൾ, ഇത് ചെറിയാണ്. പൈനാപ്പിൾ, ഗ്രീൻ ഗ്രേപ്സ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേപ്സ് എടുക്കുമ്പോൾ സീഡ്ലെസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കഴിക്കാനൊരു കുറച്ച് ഇത് കിട്ടും. നല്ലോണം മിക്സ് ചെയ്യണം. കിസ്മിസാണ്, അതുകൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ആൻ അവറിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സ്മൂത്തായി കിട്ടും. ഇനി നമുക്കിതൊരു 1 അവർ നോർമൽ തണുപ്പിന് വേണ്ടിയിട്ട് ഒരു 1 അവർ നമുക്കിത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് അതിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ അതിൽ ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന അവലാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി ഇതിൽ തന്നെ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണ്. നമുക്ക് 2 രീതിയിലും കൊടുക്കാം. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും, വിശപ്പ് മാറും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ പാല് അല്ലെങ്കിൽ റവ ഇത് സെപ്പറേറ്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഇതിൽ ആഡ് ആയിട്ടുണ്ട്. നല്ല ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മുടെ ഐറ്റം റെഡിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരാളെ വിളിക്കാം. ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ കെറ്റ്ലെസ്സാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഐറ്റം എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ ചെയ്തിട്ട് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കമൻറ്റിൽ തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും അടുത്തൊരു നല്ലൊരു ഐറ്റവുമായി കാണുന്നവരെ ഐ ആം സൈനിങ് ഓഫ് GK ഫ്രം ഗുഡ് വിൽ പാചകം.